നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കിടപ്പൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ശരത്തെ, കണ്ടൊന്ന് ആസ്വദിക്കാൻ. നിന്നെ ഇരുമ്പഴിക്കുള്ളിലാക്കെന്ന് പറഞ്ഞപ്പോ നീ എന്നെ പരിഹസിക്കുമായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായി കാണില്ലേ ഞാൻ വിചാരിക്കുന്ന നടക്കുന്നു. കള്ളപ്പരാതി കൊടുത്ത് എത്ര കാലം നീ എന്നെ ഇതിനകത്ത് കിടത്തും? ജീവിതകാലം മുഴുവനും. ഇനി അത്ര പെട്ടെന്ന് പുറത്തു വരാനൊന്നും നീ വിചാരിക്കണ്ട. നിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ നിയമം കോടതിയും. ഒരു വക്കീല് കൂടെ ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസവും ചെയ്യാമെന്ന് കരുതുന്നത് ശുദ്ധമുണ്ടത്തരവടി. അത് വൈകാതെ മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കി തരാം. ഇത്രയും കാലം നമ്മൾ തമ്മിലുള്ള വഴക്കില് പോലീസും നിയമവും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നേരിട്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. എനിക്കും നിനക്കിടയില് നിയമത്തിന്റെ ഒരു മറ, ദാ ഈ കമ്പി അഴികൾ പോലെ അതുണ്ടായിരിക്കും. അത് കടന്നു വേണം ഇനി നീ എന്തെങ്കിലും ചെയ്യാൻ. അതത്ര എളുപ്പമൊന്നും അല്ലട ശരത്തെ. എനിക്കൊരു പേടിയില്ല. പോലീസും കോടതിയൊക്കെ കുറെ കണ്ടവനാടി ഞാൻ. ആ, അത് ശരിയായിരിക്കും. നിന്നെ പോലൊരു ക്രിമിനലിന് ഈ ജയിലും സ്വന്തം വീടായിട്ട് തോന്നും. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചേ. കല്യാണം നടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു, തടഞ്ഞു. എന്തു വില കൊടുത്തും കല്യാണം നടത്തുന്നു പറഞ്ഞ് വീരവാദം മുഴക്കിയ നീ ഇപ്പോ പോലീസ് സ്റ്റേഷനില് ലോക്കപ്പില്. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ദേവിക ആരാണെന്ന്? ദേവിക വിചാരിച്ചാലും പലതും നടക്കുന്ന ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് 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 നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യടി. എന്നെങ്കിലും ഞാൻ പുറത്തു വരുമല്ലോ. അതിന്റെ പിറ്റേ ദിവസം പത്രത്തിലെ ചരമ പേജില് നിന്റെ പടം വെച്ചൊരു വാർത്ത വരും. അന്തരിച്ചു. നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടാൻ ആർക്കും പറ്റുവടാ. അങ്ങനെ നീ രക്ഷപ്പെട്ട നിയമം തരേണ്ടിയിരുന്ന പരമാവധി ശിക്ഷ നിനക്ക് തരാൻ പോകുന്ന ഞാനായിരിക്കും.